ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരും ഞാൻ ചേർന്ന് സഹായം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് UK നിന്നും മോളിസസും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ 2 മക്കളുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് മകൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുത വിടുതൽ സംഭവിക്കേണ്ടതിനായിട്ട്, ആ മകൻ്റെ ആത്മീയ മുന്നേറ്റത്തിനായിട്ട്, നിലകളിൽ തണുത്തുപോയ മേഖലകളിൽ ദൈവം തട്ടി ഉണർത്തി എലിയാവിനെ പോലെ മുൻപോട്ട് ഓടിക്കേണ്ടതിനായിട്ടും, അതേപോലെ അതിശയകരമായ ഒരു വിവാഹത്തിൻ്റെ വാതിൽ തുറക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തത് മകളുടെ വിഷയമാണ്. ആ മകളെ കർത്താവ് അതിശയകരമായി മുമ്പോട്ട് ആ ദേശത്തിൽ മാനിക്കുകയും അത്ഭുതകരമായ വഴികൾ തുറക്കുകയും ആ മകളുടെ വിവാഹത്തിൻ്റെ വാതിൽ തുറക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ മകൾക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കും? മോളിസസിൻ്റെ ജോലിയിൽ ദൈവം അധികമായി മാനിക്കേണ്ടതിനായി, ഉയർത്തേണ്ടതിനായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വാസത്തോടെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട്, മോളിസസിൻ്റെ ഹസ്ബൻഡിനായിട്ട്, അതേപോലെ തന്നെ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് 2 മക്കൾക്കും പ്രിയസസുമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഒരുമിച്ച് ഈ എപ്പിസോഡ് നടക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പ്രിയരെ, ഒരത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവത്തിൻ്റെ കാര്യം, വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട്, അത്ഭുതകരമായ ഒരു വിടുതൽ സംഭവിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫേവർ ഓപ്പൺ ആകേണ്ടതിനായി, അത്ഭുതം ഓപ്പൺ ആകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകൻ്റെ ആത്മീയ ഉണർവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏലിയാവിനെ തട്ടി വിളിച്ചതുപോലെ ദൂതൻ്റെ എൻകൗണ്ടർ നടക്കേണ്ടതിനായി, ആ മകൻ്റെ ജീവിതത്തിനകത്ത് വലിയ പരിവർത്തനം, വലിയ വിടുതൽ സംഭവിക്കേണ്ടതിനായി, പരിശുദ്ധാത്മാവ് ആ മകനെ തുടരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ മകന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹത്തിൻ്റെ വാതിൽ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാക്കിയാൽ, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാക്കിയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവെ, പ്രവർത്തിക്കണമേ അപ്പ, അങ്ങയുടെ നീതിയുള്ള കരം വെളിപ്പെടുത്തണമേ അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ അങ്ങയുടെ മകൾക്ക് മോളിസസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ 2 മക്കളെയും അങ്ങ് തട്ടി ഉണർത്തുന്നതിനായി, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഇവർ കാണുന്നതിനായി, മോളിസസിൻ്റെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ അനേകർക്ക് ഈ സഹോദരി ഒരു അനുഗ്രഹമാണ്. കർത്താവെ, ഈ കുടുംബത്തെ അങ്ങ് മാനിക്കണം, ഇസസ്സിനെ അങ്ങ് മാനിക്കണം, വീണ്ടും ഉയർത്തണമപ്പ, ഹസ്ബൻഡിനെ അങ്ങ് മാനിക്കണമപ്പ. ഞങ്ങൾ ഒരുമിച്ച് ഹസ്ബൻഡിനായി പ്രാർത്ഥിക്കുന്നു, പ്രിയസസിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ആ ദേശത്തിൽ അങ്ങ് മാനിക്കണം. യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ സംഭവിച്ചതായി നന്ദി, വലിയ ദൈവപ്രവൃത്തി നടന്നതായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ തിരുവചനത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. കാരണം റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ വിശ്വസിച്ച ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറയണം, എൻ്റെ കർത്താവ് എന്നെ ലജ്ജിപ്പിക്കാത്തവനാണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ മുൻപോട്ട് നടത്തുവാൻ ശക്തിയുണ്ട്. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവ ശബ്ദം നിൻ്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം കൊണ്ടുവരും. കാരണം 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സൗഖ്യമാകാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. കാരണം ഈ വചനം നമ്മെ കുഴിയിൽ നിന്ന് കരകയറ്റുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വചന കേൾവിയിൽ അസാധാരണമായ മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം യേശു കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിത്തീരുകയാണ്. വചന കേൾവിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരും, അത് നിശ്ചയമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു,
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ നിലകളിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുക. ഒന്നുകൂടെ പറഞ്ഞാൽ അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതായി വചന കേൾവി വലിയ ഉറപ്പിനെയും വലിയ മാറ്റത്തെ കൊണ്ടുവരാൻ പോകുന്നു. കാരണം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് ജീവനുണ്ട്. ആകയാൽ ഇന്ന് ഈ കേൾക്കുന്ന വചനത്തിനകത്ത് ഉറപ്പോടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വചനം അതിൻ്റെ കാര്യം തികച്ചിട്ട് മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വ്യക്തമായി പറയുന്നു. പിതാവിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുകയും അതിൻ്റെ ഇഷ്ടം സാധിപ്പിക്കുകയും അവൻ അയച്ച കാര്യം തികയ്ക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇതാ എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. എങ്കിൽ ഇന്ന് നാം ചിന്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നാൽ അവൻ്റെ ജീവിതത്തിനകത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്നവരെ, പരിശുദ്ധാത്മാവിൽ നാം മുമ്പോട്ട് പോകണമെന്നും പരിശുദ്ധാത്മാവിൽ നാം നയിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ് നമ്മെ നിത്യത വരെയും എത്തിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരം പിടിച്ചു നടത്തുന്ന ആത്മാവിനെ നാം തിരിച്ചറിയാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചും കൂടെ ഈ വചന സന്ദേശത്തിൽ ഒന്ന് ചെറുതായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക്, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ഈ വാക്യത്തിനകത്ത് വലിയ ആഴമുണ്ട്. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആർക്കും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുവാൻ കഴിയത്തില്ല. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ അല്ലാതെ ഒരാൾക്ക് യേശു കർത്താവ് എന്ന് പറയുവാനും കഴിയത്തില്ല. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നാം യേശുവിനെ പൂർണ്ണമായി ആശ്രയിക്കുകയും നമ്മുടെ രക്ഷിതാവായി നമ്മുടെ ദൈവമായി അംഗീകരിക്കുകയും ചെയ്യുന്നത്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരാളുടെ ഉള്ളിൽ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അവൻ രക്ഷയെക്കുറിച്ചും യേശുവിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചും അറിയുമ്പോഴാണ്. ഗലാത്യ ലേഖനം ശ്രദ്ധിക്കാമെങ്കിൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഗലാത്യ ലേഖനത്തിലൂടെ പറയാണ്, നിങ്ങൾ മക്കളാകുന്നത് കൊണ്ട് സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. എങ്ങനെയാണ് ദൈവമക്കളാകാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ അധികാരത്തിൽ നാം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ഈ പദവി വെളിപ്പെട്ടു വരുന്നത്. മക്കളാകാനുള്ള പദവി, അല്ലെങ്കിൽ മകനെന്നും മകളെന്നും വിളിക്കപ്പെടാനുള്ള ആ വലിയ അധികാരം നമ്മിൽ വെളിപ്പെടുന്നത്. ആ അധികാരത്തിൽ ജീവിക്കണമെന്ന് പുതിയ നിയമ വിശ്വാസികൾ തിരിച്ചറിയണമെന്നോ ആ അധികാരത്തിലാണ് നാം മുമ്പോട്ട് ജീവിക്കേണ്ടത്. പുതിയ നിയമവിശ്വാസികൾ പ്രത്യേകമായി തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നത് അവൻ നിത്യത വരെയും നടക്കേണ്ടതിന് വേണ്ടിയാണ്, നിത്യത വരെയും മുമ്പോട്ട് പോകേണ്ടതിന് വേണ്ടിയാണ്. പഴയ നിയമത്തിൽ സങ്കീർത്തനം നാം ശ്രദ്ധിച്ചു നോക്കിയാൽ ദാവീദും കോരഹ് പുത്രന്മാരും ഒക്കെ ദൈവം മറന്നോ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളുണ്ട്. ആ വാക്യത്തിനകത്തോട് വന്നിട്ട് ഇന്ന് നാം ദൈവാത്മാവിനെ കുറിച്ചുള്ള ആഴങ്ങൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. സങ്കീർത്തനം 13-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. ഇത് ദാവീദ് പറയാണ്, യഹോവേ നീ എത്രത്തോളം എന്നെ മറന്നിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ എന്നിൽ നിന്ന് മറയ്ക്കും. ദാവീദ് വളരെ ആഴമായി ദൈവത്തോട് സംസാരിക്കുകയാണ്. നീ എന്നെ മറന്നോ? എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതാ, ജീവൻ തന്ന് സ്നേഹിച്ച ദൈവത്തിന് എന്നെയും നിങ്ങളെ മറക്കുവാൻ കഴിയത്തില്ല. എന്നെയും നിങ്ങളെ മുമ്പോട്ട് നടത്തുവാൻ അവൻ്റെ ആത്മാവിനെയാണ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിലെ ഭക്തന്മാർ ചിലവർ അതിദുഃഖത്തിലായി ദൈവത്തിൽ നിന്ന് അകന്നുപോയോ അല്ലെങ്കിൽ ദൈവം കാണുന്നില്ലയോ എന്നൊക്കെ ചോദിക്കുന്ന അനുഭവങ്ങളുണ്ട്. പഴയ നിയമത്തിൽ റൂത്തിൻ്റെ പുസ്തകത്തിൽ റൂത്തിൻ്റെ അമ്മായിയമ്മ നവോമി പറയുകയാണ്, ഞാൻ നിറഞ്ഞവളായി വന്നു, ഇപ്പോൾ ഒഴിഞ്ഞവളായി പോവുകയാണ്, എനിക്ക് ദൈവത്തോട് വലിയ കയ്പാണ് ഉള്ളത്. ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഒത്തിരി മേഖലയിലുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു ഭക്തൻ തിരിച്ചറിയേണ്ടത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുള്ളതാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. കോരഹ് പുത്രന്മാർ പറയുന്നത് 42-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യം, നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവ ഹേതുവായി
ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത്? 9-ാമത്തെ വാക്യത്തിൽ ഇതാ കോരഹപുത്രന്മാർ 2 വലിയ ചോദ്യങ്ങളാണ് പറയുന്നത്. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിൻ്റെ ഉപദ്രവഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത്? എന്നെ കേൾക്കുന്നവരെ, കോരഹപുത്രന്മാർ പറയുന്ന ആ പദം നിങ്ങൾ നോക്കണേ. ദൈവം എന്നെ മറന്നു. രണ്ടാമത് പറയാണ്, എൻ്റെ ശത്രുക്കൾ നിമിത്തം ഞാനിപ്പോൾ ദുഃഖിച്ച് നടക്കുകയാണ്. നമ്മളിൽ പലരും പറയുന്നത് പോലെ, എന്നെ കളിയാക്കുന്നവർ നിമിത്തം എനിക്ക് ഭയങ്കരമായ ദുഃഖമാണ്. അവരെന്നോട് ചോദിക്കുന്നുണ്ട്, നീ വിളിച്ച ദൈവം എവിടാ? നീ കൈയടിക്കാൻ ഇറങ്ങിയില്ലേ? നീ ഈ വചനവും പറഞ്ഞിറങ്ങിയിട്ട് നിന്റെ ജീവിതത്തിൽ വല്ലതും നടന്നോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന അനേക ചോദ്യങ്ങൾ വരുമ്പോൾ ഞാനിതുകളും ദൈവത്തോട് പറയുന്ന ചില പദങ്ങളാണ്. ദൈവമേ, നീ എന്നെ മറന്നോ? നീ എൻ്റെ വിഷയത്തിനകത്ത് ചലിക്കാത്ത എന്താ? ഈ തലത്തിലൊക്കെ നിൽക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ജീവൻ തന്നു സ്നേഹിച്ച ദൈവം, ആ ജീവനാണ് നമ്മുടെ അകത്ത് ചലിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നു, കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും അത്രേ, ഞാൻ വന്നതോ ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനും അത്രേ. യേശുവിൻ്റെ ജീവനിൽ വളരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടെ സമർപ്പിക്കണം. കാരണം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ കരയിച്ച ഒരു ചിന്ത, യേശുവിന് നമ്മെ വെറുക്കാൻ കഴിയത്തില്ല. കാരണം അവൻ്റെ ജീവനാണ് നമ്മിലുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എന്നെ കേൾക്കുന്ന ഒരു വചനം ദൈവത്തിന്റെ ഹൃദയമാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ നിന്നെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അമ്മയുടെ ഉദരം മുതൽ പേര് ചൊല്ലി വിളിച്ച കർത്താവ്, ഇതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ പലവരും നിങ്ങളെ നോക്കി പറയുന്നുണ്ടായിരിക്കാം. ഭാര്യ നിങ്ങളെ നോക്കി പറയുന്നുണ്ടാകാം, എനിക്ക് നിങ്ങളെ നല്ലതുപോലെ അറിയാം, ഞാൻ നിങ്ങളെ ഒത്തിരി വർഷങ്ങളായി അറിയുന്നില്ലേ. അത് കേൾക്കുമ്പോൾ അമ്മ പറയും, ഭാര്യ അറിയുന്നതിന് മുമ്പേ എൻ്റെ ഉദരത്തിൽ 9 മാസം ഞാൻ ചുമന്നതാണ്, എൻ്റെ ഉദരത്തിൽ കിടക്കുമ്പോഴേ എനിക്ക് കുഞ്ഞിനെ അറിയാം. ആ നിലയിൽ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ പേര് ചൊല്ലി വിളിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്നെ നിങ്ങളെക്കുറിച്ച് വ്യക്തതയുണ്ട്. ഞാൻ ആത്മാവിൽ ഒന്നുകൊണ്ടൊന്ന് ഓർപ്പിക്കട്ടെ, ഒരു സ്കൂളിൽ 1000 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ അധ്യാപകർക്ക് എല്ലാവരെയും പേരറിയണമെന്നില്ല, അതിനകത്ത് എല്ലാവരെയും മനസ്സിലാകണമെന്നില്ല. പക്ഷേ എൻ്റെ കർത്താവ് ഇനി ലക്ഷങ്ങളുടെ നടുവിൽ നീ നിന്നാലും നിന്നെ വ്യക്തമാണ്, നിന്റെ പേര് വ്യക്തമാണ്, നിന്റെ അവസ്ഥ വ്യക്തമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മുമ്പോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാകണം. ഇനി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നാൽ അവനുണ്ടാകുന്ന അനുഭവങ്ങളെ 10 ചിന്തകൾ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഒന്നാമത്തത്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവത്തെ തള്ളി പറയത്തില്ല. കാരണം അവൻ്റെ ആത്മാവ് നമ്മോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. എവിടെങ്കിലുമൊക്കെ സങ്കടപ്പെടുന്ന, അധൈര്യപ്പെട്ടു പോകുന്ന ചിലരോട് ദൈവത്തിന് പറയാനുണ്ട്, എൻ്റെ ആത്മാവ് നിങ്ങളോട് സാക്ഷ്യം പറയും, നിങ്ങൾ തകർന്നു പോകേണ്ട ആളല്ല, നിങ്ങൾ കുഴഞ്ഞു പോകേണ്ട ആളല്ല, നിങ്ങൾ വീണു പോകേണ്ട ആളല്ല. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളവര്, അവൻ്റെ ആത്മാവ് ബലം നൽകും. നീ ദൈവത്തിന്റെ പൈതലാണ്, നീ ദൈവത്തിന്റെ മകനാണ്. ഇതിന്റെ 14-ാമത്തെ വാക്യം കൂടെ, റോമാലേഖനം 8-ന്റെ 14-ാമത്തെ വാക്യം കൂടെ, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നെ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാണ്. അങ്ങനെയുള്ളവർ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ലെന്നേ. നിങ്ങൾ വിഷമിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഞാൻ ഇങ്ങനൊന്ന് വിളിച്ചു പറയാം, പൗലോസും ശീലാസും അടിയേറ്റ് കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടപ്പെട്ട് വല്ലാത്ത വേദനയിലാണ് അവർ കിടക്കുന്നത്. കാരണം ശരീരം മുറിവേറ്റിട്ടുണ്ട്. ഞാനും നിങ്ങളുമാണെങ്കിൽ ആ സമയത്ത് നെഗറ്റീവ് പറയും. പക്ഷേ അവർ അർദ്ധരാത്രിയിൽ പാടുകയും സ്തുതിക്കുകയും ചെയ്യാൻ തുടങ്ങി. ആത്മാവിന്റെ ബലം ആ കാരാഗ്രഹത്തെ പൊളിച്ചു കളഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എത്ര വേദനയിലൂടെ കടന്നുപോയാലും, എത്ര വിഷമത്തിലൂടെ കടന്നുപോയാലും, ചില മിനിറ്റുകളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ചില മിനിറ്റുകളൊന്ന് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയാൽ, അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അവിടെ നിങ്ങളുടെ വേദനകൾ നിങ്ങളെ വിട്ടുമാറും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വപുത്രൻ്റെ ആത്മാവാണ് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ, ആത്മാവിൽ ബലപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ബലപ്പെടണം. ഒന്നാമത്, ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരാളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവനോട് എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കും, അവനെ മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവിലാണ് അവൻ മുമ്പോട്ട് പോകുന്നത്. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത്, ആ വ്യക്തിക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. സ്വഭാവത്തിനകത്ത് പുറമേയും അകമേയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം. 23-ാമത്തെ വാക്യം,
വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. എന്നെ കേൾക്കുന്നവരെ, ഇവിടെ ആത്മാവിന്റെ 9 ഫലങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വ്യക്തി ദൈവത്തിന്റെ ആത്മാവിൽ നടക്കുന്നു എങ്കിൽ അവനിൽ ഈ 9 ഫലങ്ങൾ വെളിപ്പെട്ടു വരും. ജഡത്തിന്റെ അനുഭവമല്ല, കോപമോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമല്ല നിങ്ങളുടെ മേലിൽ വ്യാപരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മേലിൽ വ്യാപരിക്കുന്നത് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആത്മാവിന്റെ ശക്തിയായിരിക്കും വ്യാപരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇത് ആത്മാവിന്റെ ഫലം കൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾക്ക് വ്യത്യാസം വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും. മൂന്നാമത്, ഒരുവനിൽ പരിശുദ്ധാത്മാവുണ്ട് എങ്കിൽ അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ മറ്റുള്ളവരോട് സഹതാപം കാണിക്കുകയും മറ്റുള്ളവരോട് അവൻ തൻ്റെ സാക്ഷ്യത്തെ പറയുകയും ചെയ്യും. കാരണം നമ്മുടെ മേളിൽ ഏറ്റവും വലിയ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയിലെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഈ വചനഭാഗം വ്യക്തമായി ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേളിൽ വന്നാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ മറ്റൊരാളെ കണ്ടാൽ നിങ്ങൾക്ക് ആത്മഭാരമുണ്ടാകും. ആ വ്യക്തിയും കൂടെ കർത്താവിനെ അറിയണമെന്നുള്ളത് ഇതൊരു നല്ല സ്വഭാവമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സുവിശേഷം ചുമക്കുന്നവരാണ്, സുവാർത്ത ചുമക്കുന്നവരാണ്. എൻ്റെ കൂടെ ഈ സമയത്ത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ ജീവിതത്തിനകത്ത് ഒരു സാക്ഷിയാകുവാൻ, എൻ്റെ ജീവിതത്തിനകത്ത് മറ്റുള്ളവരോട് ഈ ദൈവത്തെ ഉയർത്തുവാൻ തക്കവണ്ണം. ശിഷ്യന്മാർ മാളിക റൂമിൽ ആത്മാവിനെ പ്രാപിച്ച ശേഷം അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി തീരുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ശക്തി അവരുടെ വെളിയിൽ വെളിപ്പെട്ടപ്പോൾ 3000 യഹൂദന്മാരെ അവർ സ്നാനപ്പെടുത്തുവാൻ തയ്യാറാകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇതേപോലെ അനേകരിലേക്ക് ഈ ആത്മശക്തി പകരുന്ന രീതിയിൽ അനേകരിലേക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേളിലേക്ക് ചലിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ മേളിലേക്ക് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്ത്യകാലത്തിൽ ഞാൻ സകല ജഡത്തിൻ്റെ മേളിലേക്കും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ വാഗ്ദത്തം ഇപ്പോൾ പകർന്നു തുടങ്ങിയാണ്. നിങ്ങൾ ആത്മാവിൻ്റെ ശക്തിയിൽ ജ്വലിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പുതിയ നിയമവിശ്വാസികളായി നിരാശപ്പെടാതെ, ദൈവത്തോട് പിറുപിറുക്കാതെ, നിങ്ങൾ ആത്മാവിൽ മുദ്ര ചെയ്യപ്പെട്ടവരായി നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടതിനായിട്ട്, നിങ്ങൾ ആ പട്ടണത്തിൽ വാലല്ല തല തന്നെ ആയിത്തീരുമെന്നുള്ളത് പൂർണ്ണമായി മനസ്സിലാകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സാക്ഷികളാകാൻ പ്രിയരെ. നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവാത്മാവ് നിങ്ങളിൽ ചലിക്കാൻ പോവുകയാണ്. ദൈവാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ പകരപ്പെടുകയാണ്. അതേപോലെ തന്നെ 4-ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവനിൽ ഉണ്ടെങ്കിൽ അവൻ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങും. മാർക്കോസിന്റെ സുവിശേഷം പറയുന്നു, അവർ പുതുഭാഷകളിൽ സംസാരിക്കും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ ആത്മാവ് മാളിക റൂമിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെല്ലാം ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഡയറക്റ്റായി ദൈവത്തോട് സംസാരിക്കുകയാണ്. ആത്മാവിൽ ഒരുവൻ ചലിക്കുന്നതിൻ്റെ അടയാളമാണ് അവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നവരാണ്. ദൈവത്തിനും നിങ്ങളിലും ഇടയിൽ മീഡിയേറ്റർമാരില്ല. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ആ സമയത്ത് നിങ്ങൾ തിരിച്ചറിയുക, അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. 2, മറ്റാരും അത് തിരിച്ചറിയുന്നില്ലല്ലോ. 3-ാമത്തത്, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ രഹസ്യങ്ങളെ സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ, രഹസ്യങ്ങൾ ഇപ്പോൾ മുതൽ വെളിപ്പെട്ട് വരികയാണ്. ആ തലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. അതിൻ്റെ 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ദുഃഖത്തിലോ നിരാശയിലേക്കോ ഒന്നും പോകത്തില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മീക വർധന വരികയാണ്. എനിക്ക് മദ്രാസിലൊരു ദൈവാസനുണ്ട്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ 3-ാം ക്ലാസ് പഠിത്തം മാത്രമേ ഉള്ളൂ. കാരണം 3-ാം ക്ലാസ്സിൽ നിന്ദയും പ്രശ്നവും എല്ലാമായിട്ട് അദ്ദേഹത്തിന് പഠിക്കാൻ മുമ്പോട്ട് പോകാൻ കഴിയാതായി. താനൊരു വലിയ റിജക്റ്റഡ് പേഴ്സൺ ആയിരുന്നു. മുമ്പോട്ട് പോകുന്നതനുസരിച്ച് യേശുവിനെ അറിയുവാനായിട്ട് തൻ്റെ ജീവിതത്തിൽ അവസരമായി. തൂത്തുക്കുടിയിലുള്ള സഭയുടെ 4500 പേരുണ്ട് അദ്ദേഹത്തിൻ്റെ സഭയിൽ. ആ സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയത്തില്ല. പക്ഷേ താൻ എല്ലാ ദിവസവും 5 മണിക്കൂർ ആത്മാവിൽ പ്രാർത്ഥിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ താൻ ആ ദേശത്തിലൂടെ നടന്നാൽ തന്നെ അനേകർ ദൈവത്തെ അറിയാണ്. റോഡ് സൈഡിലുള്ള തൻ്റെ സഭയിലേക്ക് ഓരോ ദിവസവും താൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പുതിയ ആത്മാവുകൾ കയറി വരികയാണ്. ആ സഭയുടെ ആ റോഡിൻ്റെ വക്കിൽ വരുമ്പോൾ തന്നെ ചിലവരെ ദൈവത്തിൻ്റെ ആത്മാവ് തെളി ആ സഭയിലേക്ക് കയറ്റുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ മാനുഷിക ബുദ്ധികളെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ്. ആ നിലയിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യം ഉപദേശിക്കുന്നു, നിങ്ങൾ മണിക്കൂറുകൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി തീരണം. കാരണം ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുകയാണ്. നിങ്ങൾ ആത്മാവിൽ ജ്വലിക്കുവാൻ തയ്യാറാകണം, നിങ്ങൾ ആത്മാവിൽ ഉയരുവാൻ തയ്യാറാകണം. 5ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവൻ ഉണ്ടെങ്കിൽ അവൻ ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ ആഴമായി സ്നേഹിക്കാനിടയെത്തീരും. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇത് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഞാൻ ആഴമായി നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെ പ്രശ്നത്തിലൂടെ കടന്നുപോയാലും പ്രത്യാശ എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് മടങ്ങി വരും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് ജീവിച്ചത്, എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റത്. അവൻ മടങ്ങി വരുമെന്നുള്ളത് നിശ്ചയമാണ്. ആ പ്രത്യാശയിൽ ജീവിക്കുന്ന ആ ദൈവസ്നേഹം നമ്മിലേക്ക് വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ദുഃഖിച്ച് തളർന്ന് പിന്മാറിപ്പോകാൻ പറ്റത്തില്ല പ്രിയരെ. കാരണം പരിശുദ്ധാത്മാവിലൂടെ അവൻ്റെ സ്നേഹം നമ്മിൽ വർദ്ധിച്ചു വരികയാണ്. ആ സ്നേഹത്തിൽ പിടിക്കപ്പെട്ടവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിനെ ഉയർത്തുവാൻ തയ്യാറാകണം. അപ്പോൾ 5ാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവസ്നേഹം നമ്മിൽ വർദ്ധിക്കുമെന്നുള്ളതാണ്. 6ാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവാത്മാവുള്ള ഒരുവൻ അവൻ സത്യത്തിൽ വഴി നടത്തപ്പെടുന്നവനായിരിക്കും. ആഴമായി അവനെ ദൈവാത്മാവ് ഉപദേശിച്ച് മുമ്പോട്ട് നടത്താൻ തയ്യാറാകും. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ഫോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കുവിൻ. ദൈവത്തിൻ്റെ വചനം പറയാണ്, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മാവുള്ളവരെ ആരും ഉപദേശിച്ചില്ലെങ്കിലും സത്യത്തിൽ അവൻ മുമ്പോട്ട് നടക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വഴി നടത്തും. ഒന്നുകൂടെ പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഇപ്പോൾ 6ാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ വളരുവാൻ തയ്യാറാകണം. 7ാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരാൾ അനാഥനായി ജീവിക്കത്തില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിലായിരിക്കും അവൻ മുമ്പോട്ട് പോകുന്നത്. കാരണം അവൻ്റെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ കാര്യസ്ഥനെ അവൻ തിരിച്ചറിയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വാക്യങ്ങൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. 17-ാമത്തെ വാക്യം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൽ അതിന് അവനെ ലഭിക്കുവാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. 18-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഈ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ പിതാവിനോട് ഞാൻ ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിനായിട്ട്. നമ്മൾ അനാഥരല്ല കേട്ടോ. നമ്മൾ പലരും ദുഃഖിക്കുകയും എല്ലാ ദൈവം കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന അനുഭവത്തിനകത്തുനിന്ന് ഇന്നു മുതൽ ദൈവാത്മാവിൽ ചലിക്കുന്നവരാണെങ്കിൽ ഏത് വിഷമസ്ഥിതിയിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയും, ധൈര്യപ്പെടുക, മുമ്പോട്ട് പോകുക, പ്രാർത്ഥിച്ചു ഉണരാൻ പറ്റുന്നവർ നിങ്ങളുടെ ജീവിതത്തിനകത്ത്. കാരണം ലോകത്തിന് അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ അവൻ നമ്മിൽ വസിക്കുന്നു, നമ്മിൽ ഇരിക്കുന്നു. 18-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവാത്മാവുള്ള ഒരു വ്യക്തിക്ക് അനാഥനാകുവാൻ കഴിയത്തില്ല. അവൻ ദൈവത്തിൻ്റെ മകനാണ്, അവൾ ദൈവത്തിൻ്റെ മകളാണ്. നിങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. എങ്കിൽ 8ാമത്തെ ചിന്ത, നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തൊരു അനുഭവത്തിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകത റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് തുണ നിൽക്കുന്നു. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. നമ്മൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുകയാണ്. നമ്മുടെ വേദനയിൽ നമുക്ക് വേണ്ടി ചലിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം തിരിച്ചറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ബലപ്പെടാൻ തയ്യാറാകണം. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത്
ഇതാ ശിംശോന്റെ മേളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടതായി കാണാൻ പറ്റുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. 9-ാമത്തെ ചിന്ത ഞാൻ നിങ്ങളോട് പറയുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേളിൽ ശക്തിയോടെ വന്നാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കരിഞ്ഞു പോകും. നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവൻ ലേഹയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെയായി അവൻ്റെ ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചുപോയി. ഇതാ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർക്കുന്ന സമയത്ത് അവൻ്റെ മേലിലേക്ക് യഹോവയുടെ ആത്മാവ് ശക്തിയോടെ വെളിപ്പെട്ടു. ആ സമയത്ത് അവൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന കയറുകൾ ചണനൂല് പോലെ കരിഞ്ഞുപോയി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ബലപ്പെട്ടാൽ ബന്ധനങ്ങൾ കരിയും. 9-ാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളുടെ മേലിൽ ശക്തിയോടെ വെളിപ്പെട്ടാൽ അവൻ ബന്ധനം കരിഞ്ഞവനായിത്തീരും. അവൻ്റെ കെട്ടുകൾ അഴിഞ്ഞു പോയിരിക്കും. 10-ാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളുടെ മേലിൽ ശക്തിയോടെ വന്നാൽ അവൻ ആൾ മാറിയവനെ പോലെ ആയിത്തീരും. 1 ശമൂവേൽ 10-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയവനെ പോലെ ആയിത്തീരുകയും ചെയ്യും. ഈ വാക്യത്തിനകത്ത് ശമൂവേലിനെ നോക്കി പ്രവചിക്കുകയാണ്. യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ ശക്തിയോടെ വന്നാൽ നീയും അവരോടുകൂടെ പ്രവചിക്കും, ആൾ മാറിയവനെ പോലെ ആയിത്തീരും. 10-ാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ഒരുത്തൻ്റെ മേൽ വന്നാൽ അവൻ ആൾ മാറിയവനെ പോലെ ആയിത്തീരും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആൾ മാറിയവനെ പോലെ ആയിത്തീരാൻ പോവുകയാണ്. ഒന്ന്, നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഇതാ നിങ്ങളുടെ കൂടെ എന്നേക്കും ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളിൽ വസിക്കുകയാണ്. നിങ്ങൾ അവനെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര വർഷമായി രക്ഷിക്കപ്പെട്ടു, എത്ര വർഷമായി മുമ്പോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങളുടെ കൂടെ നിത്യത വരെയും നടക്കുന്ന ആത്മാവിനെ നാം തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കും. നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, അവരുമായി ഞാൻ നിരന്തരം സംസാരിച്ചില്ലെങ്കിൽ ആ ബന്ധം തകർന്നു പോകും. ഇതേപോലെ നിത്യത വരെയും നടത്തുന്ന ആത്മാവിനെ നിങ്ങൾ തിരിച്ചറിയണം. ഓരോ ദിവസവും ആത്മാവിൽ നിങ്ങൾ ബലപ്പെടാൻ തയ്യാറാകണം. നിങ്ങൾ ഈ വചനചിന്ത നിങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിളിക്കണം. നമ്മൾ അഭിഷേകത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന ഓരോ ദൈവമക്കളുടെ മേലേക്കും വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. അന്ത്യകാലത്തിൽ ഞാൻ സകല ജഡത്തിൻ്റെ മേലേക്കും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ അതിശക്തമേറിയ വാഗ്ദത്തത്തിൻ്റെ ശക്തി ഇവരെ മേളിൽ ചലിക്കട്ടെ. ഇവർ ആത്മാവിൽ ബലപ്പെടട്ടെ. ദൈവപ്രവൃത്തി ഇവരെ മേളിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി നടന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ കാണുന്ന നമ്പറുകളിലേക്ക് വേഗത്തിൽ വിളിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യം പണിയാം. ദൈവരാജ്യത്തിൻ്റെ ഉയർച്ച നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കായി മുമ്പോട്ട് പോകാം. സ്വർഗ്ഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.